ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. മാറ്റാം മാലിന്യം, കാക്കാം ആരോഗ്യം. മഴയെത്തും മുൻപേ ക്യാമ്പയിൻ ചെറുപുഴയിൽ തുടക്കമായി. ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ രോഗ പ്രതിരോധ ജനകീയ ക്യാമ്പയിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ചെറുപുഴ പഞ്ചായത്ത് ഹാളിൽ വെച്ച് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M ബാലകൃഷ്ണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാൻഡി കലാധരൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷെരീഫ് V, PHN മനീഷ ML, അനിൽ കരിച്ചേരി എന്നിവർ സംസാരിച്ചു. ക്യാമ്പയിന്റെ ഭാഗമായി ഏപ്രിൽ 19 വരെ വിവിധ പരിപാടികൾ നടപ്പിലാക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കുവാൻ, അത് വളരെ മികച്ച രീതിയിൽ ആരോഗ്യം ആനന്ദം എന്ന സ്കീമിലെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയ പുളിങ്ങോം FSCയിലെ മുഴുവൻ ആരോഗ്യ പ്രവർത്തകരെയും ചെറുപുഴ പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി അഭിനന്ദിക്കുകയാണ്. കണ്ണൂർ ജില്ലയിലെ തന്നെ സാങ്കേതികമായി 2ാം സ്ഥാനത്താണ് നമ്മളുള്ളതെങ്കിലും യഥാർത്ഥത്തിൽ 1ാം സ്ഥാനക്കാർ തന്നെയാണ് പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രം. അതിനായി വഴക്ക് പിടിക്കേണ്ടതില്ല എന്ന് വിചാരിച്ച് കാര്യങ്ങൾ ഞങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. 1ാം സ്ഥാനത്തുള്ള പഞ്ചായത്തില് അവര് കണക്കിൽ വന്ന ഒരു കളി, നമുക്കറിയാം, ചെറുപുഴ പഞ്ചായത്തിൽ നിങ്ങൾ ഇത്രയും ആളുകളെ സ്ക്രീൻ ചെയ്തപ്പോ അത് ഞങ്ങൾക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികൾക്കൊന്നും നേരിട്ട് ബന്ധമുള്ള കാര്യമല്ല. നമ്മൾ ചില അവസരങ്ങളിലൊക്കെ അവിടെ വന്നിട്ടുണ്ടാവാം, ചിലയിടത്തൊക്കെ ഉദ്ഘാടനം പോലെ നടത്തിയിട്ടുണ്ടാവാം എന്നല്ലാതെ ബാക്കി മുഴുവനും നടത്തിയത് ആരോഗ്യ പ്രവർത്തകരാണ്. ആ പഞ്ചായത്തിലെയും ആരോഗ്യ പ്രവർത്തകർ കൊടുത്ത കണക്ക് മുകളിലേക്ക് പോയി എന്ന് മാത്രമേ ഉള്ളൂ. പ്രവർത്തകർ ചെയ്ത കാര്യത്തിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, സാധാരണഗതിയിൽ ഒരു പബ്ലിക് ഹോളിഡേ വന്നു കഴിഞ്ഞാൽ അല്പമെങ്കിലും ജീവനുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും വന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി വരാത്തവരാണ് ഉദ്യോഗസ്ഥന്മാര്, അങ്ങനെയുള്ള ആളുകളെല്ലാവരും. അതിനവരെ കുറ്റം പറയുകയെന്നല്ല കേട്ടോ, നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. അതിനെ കുറ്റം പറയുകയല്ല ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാല് എപ്പോഴെങ്കിലും വീണ് കിട്ടുന്ന ഒരു ദിവസമാണ്. അന്നത്തേക്ക് നമ്മൾ മുന്നേ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ ആ ദിവസം എന്തെങ്കിലും ഒരു ജോലിക്ക് വരണം എന്ന് പറഞ്ഞാല് സ്വാഭാവികമായും നല്ല മനസ്സോടെ വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ആരോഗ്യമാനന്ദം പ്രവർത്തനത്തിന്റെ ചാർട്ട് കണ്ടപ്പോൾ അതില് അവധി ദിവസങ്ങള് ഞാൻ തന്നെ സംശയത്തോടെയാണ് കണ്ടത്. പക്ഷെ ഞാനൊന്നും മിണ്ടിയില്ല. നടക്കുന്നെങ്കിലും നടന്നോട്ടെ, നടന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള നിലയിലാണ് ഞാൻ അതിനെ കണ്ടത്. പക്ഷെ വളരെ ഭംഗിയായി ആ ഒരു ദിവസങ്ങളിലും നിങ്ങൾ സേവനം അനുഷ്ഠിച്ചത് കൊണ്ടാണ് നമുക്ക് ഇത്രയും മികച്ച ഒരു തോതിലേക്ക് അത് വളർത്താൻ വേണ്ടി കഴിഞ്ഞത്. 12 വർഷമായിട്ട് ഓരോ കൊല്ലം തുടർച്ചയായിട്ട് വന്നുകൊണ്ടേ ഇരിക്കുന്നതാണ്. എല്ലാ വർഷവും നമ്മൾ വേണ്ട ഓരോ പ്രവർത്തനം നടത്തുന്നതാണ്. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട എയിം. അത് വാർഡ് 10 എണ്ണത്തിൽ കൂടുതലെല്ലാം ഹോട്ട്സ്പോട്ടാണ്. അതാരും മോശം കൊണ്ട് വന്നതല്ല. അവിടുത്തെ ഭൂമിജന്യമായിട്ടുള്ള ഒരു തോട്ടങ്ങളും അതുപോലെ ഹില്ലി ഏരിയ ആയതുകൊണ്ടാണ് കൂടുതൽ വന്നിട്ടുണ്ട്. 1ാം വാർഡ്, 4ാം വാർഡ്, 5ാം വാർഡ്, 7ാം വാർഡ്, 8ാം വാർഡ്, 9ാം വാർഡ്, 10ാം വാർഡ്, 18ാം വാർഡ്, 19ാം വാർഡ്, ഇത്രയും വാർഡുകളാണ് ഹോട്ട്സ്പോട്ട്. ചിലപ്പോൾ അടുത്ത ദിവസം പത്രത്തിൽ ഇങ്ങനെ കാണും ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഹോട്ട്സ്പോട്ട് എന്ന്. അത് നമ്മളെന്തോ ചെയ്തതിന്റെ ഫലമായിട്ടുള്ളതല്ല. ഡെങ്കി വരുന്നതിന്റെ സ്ഥലമായിട്ടുണ്ട്. 10 എണ്ണത്തിൽ കൂടുതൽ ഉണ്ടായാൽ മാത്രമേ അതിലേക്ക് വരുള്ളൂ. പിന്നെ ഒന്ന് സ്ക്രബ് ടൈഫസ് ആണ്. അത് സാധാരണ ചെള്ളുപനി വന്നു കഴിഞ്ഞാൽ സ്ക്രബ് ടൈഫസ് വന്ന മരണമാണ് സംഭവിക്കുക, ആദ്യഘട്ടത്തിൽ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ. പക്ഷെ നമ്മൾ ആദ്യമായി റെഫർ ചെയ്തുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു. പക്ഷെ ആ വാർഡ് സ്ക്രബ് ടൈഫസിന്റെ ഹോട്ട്സ്പോട്ടാണ്. ഹോട്ട്സ്പോട്ടിലാണെങ്കിൽ എല്ലാ സ്ഥലത്തും നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങളാണ് ഇനി പറയാനുള്ളത്. മീറ്റിംഗിന് ശേഷം അത് മാത്രം പ്ലാൻ ചെയ്യാനേ നമുക്കുള്ളൂ. ഒന്ന്, ഇന്ന് നടക്കുന്ന ഇന്റർ സെക്ടർ കോർഡിനേഷൻ കമ്മിറ്റി
രണ്ടാമത്തെ വാർഡ് തല മീറ്റിംഗ്, ഇതിന്റെ അതേ പ്രവർത്തനങ്ങളാണ് ഇത് കഴിഞ്ഞിട്ട് നടക്കുന്ന മീറ്റിംഗിൽ ശുചീകരണവുമായി ബന്ധപ്പെട്ട് ആലോചിക്കാനുള്ളത്. രണ്ടും ഒരേ പ്രവർത്തനങ്ങളാണ്. ആരോഗ്യവകുപ്പിന്റെ ഭാഗമായിട്ട് ഇത് പറയുന്നത് മാത്രമേ ഉള്ളൂ. പൊതുസ്ഥലങ്ങൾ ശുചീകരണം എന്ന് പറഞ്ഞാൽ എല്ലാ പൊതുസ്ഥലങ്ങളും ശുചീകരിക്കലല്ല ഉദ്ദേശിക്കുന്നത്. അത് അടുത്ത മീറ്റിംഗിൽ ചർച്ച ചെയ്യും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് 17 മുതൽ 19 വരെയാണ് നമ്മളോട് ശുചീകരണം പറഞ്ഞിട്ടുള്ളത്. ഡേറ്റ് മാറ്റം ഉണ്ടാകാം. 20 മുതൽ 23 വരെ എല്ലാ ഗവൺമെന്റ് പ്രൈവറ്റ് സ്ഥാപനങ്ങളും ശുചീകരിക്കണം. ശുചീകരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ കൊതുക് ഉറവിടങ്ങൾ ഉണ്ടെങ്കിൽ നീക്കം ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. 24 മുതൽ ഏപ്രിൽ 7 വരെ ഏതെങ്കിലും ഒരു ദിവസം വാർഡിലെ വീടുകളിൽ നമ്മുടെ ആരോഗ്യ സേന കഴിഞ്ഞ വർഷം രൂപീകരിച്ചു വെച്ചതാണ്. നമ്മുടെ വാർഡ് തലത്തിലുള്ള ആരോഗ്യ പ്രവർത്തകരും ആശാപ്രവർത്തകരും കുടുംബശ്രീ പ്രവർത്തകരും അടങ്ങുന്ന ഒരു ടീമിന്റെ ഒരാളെങ്കിലും ഈ വീടുകളിൽ ഇത്തരം ദിവസത്തിനുള്ളിൽ ഈ സന്ദേശവുമായിട്ട് പോകണം. ഏപ്രിൽ 7 വരെ സമയമുണ്ട്. രണ്ടാമത്തേത് കൺസ്ട്രക്ഷൻ സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് അതൊക്കെ ഏപ്രിൽ നടക്കേണ്ടതാണ്. മൈഗ്രന്റ് സൈറ്റ്, അതുപോലെ ലാബ്, ഹോസ്പിറ്റലുകളുടെ വിസിറ്റ്, ഇത്രയാണ് ഇതിന്റെ ആദ്യ ക്യാമ്പയിനായിട്ട് നടക്കാനുള്ളത്. കാരണം ഈ മാസങ്ങളിലാണ് ഡെങ്കി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ, കൊതുകുജന്യ രോഗങ്ങൾ വരുന്നതും ചില ദിവസം വളരെ ഗുരുതരമായ അവസ്ഥയിൽ വന്നു ചേരുന്നുമുണ്ട്. അതിനെ തടയിടുന്നതിന് വേണ്ടി എല്ലാ വർഷവും മഴക്കാല പൂർവ്വീകരണം നടത്താറുണ്ട്. നമ്മൾ വെള്ളം കെട്ടി നിൽക്കാനുള്ള ഒരവസ്ഥയും നമ്മുടെ പറമ്പുകളിലോ വഴിയരികിലോ വീടിൻ്റെ പരിസരത്തോ എവിടെയും ഇല്ലാതെ സൂക്ഷിച്ചാൽ കഴിഞ്ഞ വർഷത്തെ പോലെ, കഴിഞ്ഞ വർഷം നമ്മൾ ഡെങ്കിയുടെ എണ്ണം വളരെ കുറവായിരുന്നു. അത് മുൻവർഷങ്ങളുമായിരുന്നു. അത് നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് കിട്ടിയ റിസൾട്ടാണ്. ആ റിസൾട്ടിനെക്കാട്ടും മെച്ചപ്പെട്ട റിസൾട്ട് ഇത്തവണ ഉണ്ടാവണമെങ്കിൽ നല്ല രീതിയിലുള്ള അവബോധം ജനങ്ങളിൽ ഉണ്ടായിരിക്കണം. ഈ വെള്ളം കെട്ടിനിന്നുണ്ടാകുന്ന രോഗത്തെ സംബന്ധിച്ചുള്ള അവബോധം അത് വാർഡ് സഭ വിളിക്കണം, അയൽസഭ വിളിച്ചു ചേർക്കണം. മുഴുവൻ ജനങ്ങളിൽ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു കൂട്ടായ പ്രവർത്തനം, ആരോഗ്യ പ്രവർത്തനം മാത്രമല്ല, അതിന് മുൻകൈ എടുക്കേണ്ടതും നേതൃത്വം കൊടുക്കേണ്ടതും ആരോഗ്യ പ്രവർത്തനം കൂടി എല്ലാ അയൽസഭയും വിളിച്ചു ചേർത്തുകൊണ്ട് ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കൂട്ടായ യത്നം തന്നെ നടത്തേണ്ടതായിട്ടുണ്ട്. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ.